ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച നിമിഷങ്ങൾക്കുള്ളിലായിരുന്നു ഇറാൻ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയത്. മാത്രമല്ല, വെടിനിർത്തലിന് പ്രധാന പങ്ക് വഹിച്ച US പ്രസിഡന്റിന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കാതെയാണ് അവർ ആക്രമണം നടത്തിയതും. ഇതിൽ രോഷാകുലനായ ട്രംപ് ആകട്ടെ ഇരു രാജ്യങ്ങളെയും വളരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഇന്ത്യ പാക് യുദ്ധസമയത്തും സമാനമായ ആ ഒരു സാഹചര്യം കടന്നപ്പോൾ ട്രംപ് ഇടപെട്ടുകൊണ്ട് വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അന്നും പാകിസ്ഥാൻ ഒരു പ്രകോപനവും ഇല്ലാതെ കൂടിയാണ് ഇന്ത്യക്ക് നേരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണം ഉൾപ്പെടെയുള്ളവ നടത്തിയത്. ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ കാണിച്ച പരിപാടിക്ക് നേരെ ഒരു അക്ഷരം പോലും ട്രംപ് മിണ്ടിയില്ല. ഇന്ത്യക്കെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടും പാകിസ്ഥാനെ അമേരിക്ക സമാനമായി തന്നെ ശാസിച്ചില്ല എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ പോലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ്. ഇതിലൂടെ ഇപ്പോൾ പാകിസ്ഥാൻ ഇനി എന്ത് കാണിച്ചാലും ട്രംപ് അതിൽ ഒരക്ഷരം മിണ്ടില്ല എന്നത് തന്നെയാണ് തെളിയുന്നതും. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന് ട്രംപ് വിരുന്ന് നൽകി. അതിലൂടെ തന്നെ ഇപ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദം ശക്തിയാർജിക്കുന്നു എന്നത് തന്നെയാണ് വെളിവാകുന്നതും. മെയ് 10 വൈകുന്നേരം 3:35 പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈനിക മേധാവിയോട് വെടിനിർത്തൽ നിർദ്ദേശം നൽകുകയും ഇന്ത്യൻ DGMO അംഗീകരിക്കുകയും ചെയ്തതിനെ തുടർന്നുകൊണ്ട് തന്നെ റാവൽപിണ്ടി വാഷിംഗ്ടണിനെ ഇക്കാര്യങ്ങൾ അറിയിച്ചു. തൽഫലമായി തന്നെ പ്രസിഡന്റ് ട്രംപ് ഏകപക്ഷീയമായി തന്നെ സോഷ്യൽ മീഡിയയിലെത്തി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെട്ടുകൊണ്ടാണ് രംഗത്ത് വന്നത്. ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് മെയ് 10 പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ കരാറിൽ US പങ്കില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പിന്നീട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ വിളിച്ച് വ്യക്തമാക്കുകയും അല്ലെങ്കിൽ അത്തരമൊരു കാര്യം എൻ്റെ രാജ്യത്തെ പറ്റി ഇടപെടേണ്ട എന്ന കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ച സൈന്യം ഇന്ത്യൻ അതിർത്തി നഗരങ്ങളെ ലക്ഷ്യം വെക്കുന്നതിന് അതിൽ തുടർന്നെങ്കിൽ പോലും ഇന്ത്യൻ സായുധ സേന വെടിനിർത്തൽ കരാറിൽ കർശനമായി നടപ്പിലാക്കിയെന്ന വസ്തുത നിലനിൽക്കുകയാണ്. മെയ് 10 രാത്രി ജനറൽ അസീം മുനീറിന്റെ സൈന്യം ജമ്മു അതുപോലെ വിവിധ സെക്ടറുകളിൽ ജോധ്പൂർ, ഭുജ് അവിടങ്ങളിലെല്ലാം തന്നെ തുർക്കി നിർമ്മിത കാസിക്കോസോ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗുരുതരമായ സൈനിക പ്രകോപനങ്ങൾ ഉണ്ടായിട്ടും അവർ അച്ചടക്കം പാലിച്ചില്ല എന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇന്ത്യ വെടിനിർത്തൽ പാലിച്ചെങ്കിലും രാജ്യത്തിന്റെ ശക്തമായ കമാൻഡും നിയന്ത്രണവും പ്രകടമാക്കുകയും പ്രത്യേകിച്ചും പാകിസ്ഥാന്റെ വിഘടിത രാഷ്ട്രീയ സൈനിക നേതൃത്വവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് പലപ്പോഴും സമന്വയത്തിന് പുറത്താണ് പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് മറ്റൊരു വസ്തുത. അസീം മുനീറിന്റെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള പാകിസ്ഥാന്റെ വിജയം അവകാശപ്പെട്ടപ്പോഴും മെയ് 10 പുലർച്ചെ ഇന്ത്യയുടെ ദീർഘദൂര മിസൈൽ ആക്രമണത്തിൽ 11 വ്യോമതാവളങ്ങൾ പ്രവർത്തനരഹിതമാവുകയും വിമാനങ്ങൾ നശിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ പരിഭ്രാന്തരായ പാകിസ്ഥാൻ നേതൃത്വമാകട്ടെ അമേരിക്കയിലേക്ക് ഇടപെടൽ തേടി ഓടിയെത്തുകയാണ് ഉണ്ടായതും. മാത്രമല്ല, മെയ് 9 വൈകുന്നേരം US പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ ഒരു ഫോൺ കോളിൽ പ്രധാനമന്ത്രി മോദി തന്റെ നിലപാടിൽ ഉറച്ചു തന്നെ നിന്നതായും വ്യക്തമാകുന്നുണ്ട്. അദ്ദേഹം ശക്തമായ പാകിസ്ഥാൻ പ്രതികരണത്തെക്കുറിച്ച് മറുപടി നൽകി അല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഒരു പാക് വെടിയുണ്ടയ്ക്ക് ഇന്ത്യൻ ബോംബ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ മറുപടി നൽകും. അത് പറഞ്ഞതിന് ശേഷം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻസ് കൺട്രോൾ സെൻട്രൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും തമ്മിൽ ഒരു കോൾ അതിൽ കാര്യങ്ങളിലെല്ലാം പരിഹാരം കാണാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രമല്ല, മെയ് 10 രാവിലെ 8:45 ആദ്യം ഈ ശ്രമങ്ങൾ നടത്തിയപ്പോൾ തന്നെ ജയശങ്കർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. കേന്ദ്രം നിരവധി തവണ വിളിച്ചതോടെ തന്നെ പാകിസ്ഥാന്റെ നിരാശ വ്യക്തമായി പ്രകടമാവുകയും ചെയ്തു. ഒടുവിൽ രാവിലെ 9:38 കോൾ കണക്ട് ചെയ്യുകയും ആ സമയത്ത് തന്നെ റുബിയോ പാകിസ്ഥാന്റെ വെടിനിർത്തൽ വാഗ്ദാനം അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു നിർദ്ദേശം വന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ അല്ലെങ്കിൽ അവർ യുദ്ധം അവസാനിപ്പിച്ചു എന്നത് പിന്നീടുള്ള റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.